കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാസിൻ്റെ ഡബിൾ ആക്ഷൻ മോഡലാണ്. ഈ മോഡലിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ, ഒരു മീഡിയ ഹൗസിൽ നടക്കുന്ന സ്റ്റേജസ് ഓഫ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ഏതൊക്കെ രീതിയിലൂടെയാണ്, അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത് ഒരു മാധ്യമത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ബാസിൻ്റെ ഡബിൾ ആക്ഷൻ മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ ന്യൂസ് പേപ്പറുകളിലും അല്ലെങ്കിൽ എല്ലാ മീഡിയ ഓർഗനൈസേഷൻസിലും നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് റിപ്പോർട്ടിംഗ് സ്റ്റേജും രണ്ടാമത്തേത് എഡിറ്റിംഗ് സ്റ്റേജുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ അകത്ത് റോ ന്യൂസ്, അതുപോലെ റോ ന്യൂസ് ഏറ്റവും ആദ്യത്തേത്, അതായത് നമുക്ക് പലയിടത്തു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസാണ് റോ ന്യൂസ്. അതായത് അത് ഒട്ടും തന്നെ എഡിറ്റഡ് അല്ലാത്ത ഒരു വേർഷനെയാണ് റോ ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ന്യൂസ് ഗ്യാദറേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ന്യൂസ് പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്ന ആളുകൾ. ഈ കളക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് റൈറ്റേഴ്സ്, റിപ്പോർട്ടേഴ്സ്, ലോക്കൽ എഡിറ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്ത് പെടാവുന്ന ആളുകളാണ്. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്, അതിനെ ഒരു റിപ്പോർട്ട് ആക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ന്യൂസ് കോപ്പിയാക്കി മാറ്റുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ആ സ്റ്റേജിലാണ് ന്യൂസ് പ്രോസസ്സേഴ്സിൻ്റെ വർക്ക് വരുന്നത്. അതായത് എഡിറ്റേഴ്സ്, കോപ്പി എഡിറ്റേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഇവരുടെയൊക്കെ വർക്ക് ഈ പറയുന്ന എഡിറ്റ് ഡെസ്കിലാണ് സംഭവിക്കുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേജാണ്. നമ്മൾ പറഞ്ഞ പോലെ എഡിറ്റിംഗ് സെഷനിലാണ് അതെല്ലാം നടക്കുന്നത്. അതിനുശേഷം ഇതിനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, കംപ്ലീറ്റഡ് പ്രൊഡക്റ്റായിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ മാധ്യമത്തിൽ നമുക്ക് ആ ന്യൂസ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ബാസിൻ്റെ ഡബിൾ ആക്ഷൻ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഒട്ടും തന്നെ ഡിഫിക്കൽട്ടി ഇതിൻ്റെ അകത്തില്ല. കാരണം ഇത് വളരെ മാധ്യമത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നു എന്നുള്ളത് ക്ലിയറായിട്ട് പറയുന്ന ഒരു തരത്തിലുള്ള മോഡലാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു ന്യൂസ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ന്യൂസിനെ പേഴ്സണൽ ഇൻഫ്ലുവൻസസ് അല്ല ഉള്ളത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറിൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ പ്രതിയല്ല അദ്ദേഹം ഒരിക്കലും ഒരു ഫിൽറ്ററിങ് അല്ലെങ്കിൽ ഗേറ്റ് കീപ്പിംഗ് നടത്തുന്നത്. എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബാസിൻ്റെ ഡബിൾ ആക്ഷൻ മോഡൽ നിങ്ങൾ പറയുന്ന സമയത്ത്. അതും കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.